ഹായ് ഹലോ എല്ലാ PR വർക്കേഴ്സിനും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സഹോദരങ്ങളെ എന്ന് പറയാഞ്ഞത് PR വർക്കേഴ്സിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നില്ല. ഇത് തികച്ചും അവർക്കുള്ള മറുപടി മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവരിടുന്ന മറുപടികളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പനി ആയതുകൊണ്ടും തൊണ്ടയിൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മറുപടിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മറുപടിയായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മറുപടി കിട്ടിയിട്ട് ഇനി വീണ്ടും ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വീണ്ടും കമൻറ്റ് ബോക്സിൽ ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇടാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വീണ്ടും ഞാൻ അതിൻ്റെയും മറുപടിയായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിവിടെ വെച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം, നിങ്ങൾ കമൻ്റ് ഇടാതിരിക്കുക. നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഞാനും വരും റിയാക്ഷനായിട്ട്, കമൻറ്റിൻ്റെ മറുപടിയായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിക്കാം. കുണൂജയ്ക്ക് പുതിയ വീട് കിട്ടും എന്നാണ്, അതിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ എന്നാണ്, ഫേക്ക് ഐഡിയ ആണ് വന്നിരിക്കുന്നത്. കുണൂജയ്ക്ക് പുതിയ വീട് കിട്ടട്ടെ, അവർക്ക് വീട് കിട്ടട്ടെ. അവർക്ക് വീട് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ ATM കാർഡും അതുപോലെ തന്നെ പാസ്ബുക്കും പിടിച്ചു പറിച്ച് വെച്ചിട്ടില്ലല്ലോ. അന്ന് ഇവർക്ക് വീട് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ആള് കുണൂജ, അതാരാ കുണൂജ? നിങ്ങളുടെ അനിയത്തിയാണോ? അതിനെ വിട് ചേച്ചി, വെച്ച് കൊടുക്ക്. ഞങ്ങൾക്ക് തനുജയെയും ദേവൂട്ടിയെയും മാത്രമേ അറിയൂ, അവർക്ക് വീട് കണ്ടവർ വെച്ചോളും എന്ന്. വെച്ചു കൊടുക്കടോ. പിന്നെ എൻ്റെ അനിയത്തിയുടെ പേര് കിണൂജ എന്നൊന്നുമല്ല, അവൾക്ക് നല്ലൊരു വളരെ സുന്ദരമായ ഒരു പേര് തന്നെയാണ് ഉള്ളത്. അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അവരെയൊക്കെ വീട് വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആരെയും ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അത് കണ്ടപ്പോഴത്തേക്ക് ചില കൈയ്യീട്ട് വാരികൾക്ക് സഹിച്ചില്ല. അവർ അപ്പം തൊട്ടേ ഇവിടെ വന്ന് കിടന്ന് മോങ്ങുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ സഹോദരി, അവരുടെ പേര് കുണൂജ എന്നല്ല തനൂജ എന്നാണെന്ന്. ഒറിജിനൽ പേരൊന്നും ഇപ്പം പറഞ്ഞൂടോ. ഇപ്പോൾ ഒറിജിനൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുറ്റമാണ്. കൊലപാതകികൾ ആണെങ്കിൽ പോലും ഒറിജിനൽ പേര് പറയാൻ പാടില്ലാത്ത കാലമാണ് കേട്ടോ. പിന്നെ ആരാണ്? പിന്നെ ബിന്ദുമോനാണ് വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നുമോളെ, ജോലി എടുക്കാതെ ജീവിക്കാൻ ആ സ്ത്രീയെ പ്രേരിപ്പിക്കുന്ന അന്തങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്ന്. അതാണ്, അന്തങ്ങളല്ലേ. അന്തങ്ങളായതുകൊണ്ട് അവർ പറയുന്നത് എന്താന്ന് പോലും അവർക്കറിയത്തില്ല. പിന്നെ വേറൊരു ഇത് ഈ പറയുന്ന വേറൊരാൾ ഇട്ടിരിക്കുന്നത് പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തോ പേര്, രേഷ്മ എന്നോ, രേസ്മ നാവിയ എന്തുവാണോ എന്തോ. എനിക്കും കുണൂജയ്ക്ക് മലയാളം പോലും വായിക്കാൻ അറിയില്ല. പക്ഷേ എനിക്ക് മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയാം, ഇംഗ്ലീഷ് തീരെ അറിയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും അത്യാവശ്യമൊക്കെ നുള്ളി പറക്കാൻ പറ്റും. പക്ഷേ ഇത് പറക്കിയിട്ട് പറക്കം വരുന്നില്ല. എന്തായാലും ഞാൻ സ്പെല്ലിങ് പറഞ്ഞു തരാം, അറിയാവുന്നവർ പറയട്ടെ. സ്പെല്ലിങ്ങും പറയുന്നില്ല. ഇതാണ് ID. അയ്യോ, അത് കൈ തട്ടി പോവുകയും ചെയ്തല്ലോ. ഇതാട്ടോ, ഈ ഒരു ID ആണേ. രേസ്മ നാവിയ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഫേക്ക് ID ആയിരിക്കുന്ന. എന്തായാലും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി കുനൂജ ഓക്കെ വിളിച്ചോ, അതിന് ആ കുഞ്ഞിനെ കളിയാക്കി വിളിക്കണോ, അത് എന്ത് പിഴച്ചു? എടോ, തനിക്കൊക്കെ നാണവും മാനവും ഉണ്ടോ? ഞാൻ എവിടെയാ കുഞ്ഞിനെ കളിയാക്കി വിളിച്ചത്? താൻ അതിൻ്റെ തെളിവ് കൊണ്ടുവാ. ഞാൻ എവിടെയെങ്കിലും കുഞ്ഞിനെ കളിയാക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ? ഞാൻ എത്ര ശത്രുക്കളുടെ ആയാലും കുഞ്ഞുങ്ങളെ ഒന്നും പറയുന്ന ഒരാളല്ല. കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. എന്ന് വെച്ചാൽ കുഞ്ഞു മക്കളെ നമ്മൾ സ്നേഹിക്കുന്നതിനോടൊപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ബഹുമാനമുണ്ട്. അതെന്താന്ന് രണ്ട് മക്കളുടെ അമ്മയായ എനിക്ക് നന്നായിട്ടറിയാം. അതിനെ എനിക്ക് ഇങ്ങോട്ട് വന്ന് ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല.
ഓക്കെ. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ കളിയാക്കി വിളിക്കണമെന്നോ? കുഞ്ഞിനെ ഞാൻ എന്താ കളിയാക്കി വിളിച്ചത്? അതാദ്യം നിങ്ങൾ പറയൂ. അന്തങ്ങളാണെന്നും പറഞ്ഞിട്ട്, പൈസയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ വന്ന് കമൻ്റ് ഇടുമ്പോൾ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവണം. ഓക്കെ. പിന്നെ അടുത്ത ആൾ വന്നിരിക്കുകയാണ്, സച്ചുക്കുട്ടനാണ് വന്നിരിക്കുന്നത്. ഒട്ടും മനസാക്ഷി ഇല്ല അല്ലേ? ഒട്ടും മനസാക്ഷി ഇല്ല അല്ലേ? എല്ലുക്കെന്നാ എൻ്റെ പൊന്നെ, ഇതൊക്കെ ഒരു ചില ആളുകളുണ്ട് കേട്ടോ, അവർ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുള്ളൂ, മലയാളത്തിൽ എഴുതില്ല. മലയാളത്തിൽ എഴുതി അവർക്ക് ഭയങ്കര കുറച്ചിലാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് പോലും ശരിയായിട്ടല്ല. അതായത് മംഗ്ലീഷ് എഴുതുമ്പോൾ അതുപോലും മര്യാദയ്ക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ല. ഞാൻ എങ്ങനെയെങ്കിലും കൊത്തിപ്പുറക്കി വായിക്കും, ഒരിത്തിരി സമയം എടുത്താലും ഞാൻ വായിക്കും. പക്ഷേ അതുപോലും വാലാക്കോലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മംഗ്ലീഷ് പോലും ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർ എന്തായാലും ടൈപ്പ് ചെയ്യുന്നത് സ്വന്തമായിട്ട് കൈ കൊണ്ടൊന്നും അല്ല ടൈപ്പ് ചെയ്യുന്നത്, സ്പീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ മലയാളത്തിലങ്ങ് എഴുതിയാൽ പോരെ, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനകത്ത് തന്നെ ഇങ്ങനെ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് നാണക്കേടാണോ മലയാളികളായിട്ട് ഇംഗ്ലീഷ് തന്നെ ടൈപ്പ് ചെയ്യുള്ളൂ എന്നുള്ളത്? എങ്കിൽ ആദ്യം പോയി ഇംഗ്ലീഷ് പഠിക്കുക. ഞാനും പോയി പഠിച്ചിട്ട് വരാൻ ഇത് വായിക്കാനായിട്ട്. ഒട്ടും മനസാക്ഷി ഇല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചുകുട്ടൻ. സച്ചുകുട്ടന് എന്തായാലും 5 പൈസ കിട്ടിയെന്ന് തോന്നുന്നു ഈ ഒരു കമൻറ്റിനായിട്ട്. 5 പൈസയല്ലേ മോനെ, അതെടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എന്തായാലും കുത്തര കുന്നിക്ക് ഒന്നും അറിയില്ല. ഓ, ഇതാരപ്പാ? ഞാൻ നോക്കട്ടെ ആരാണെന്ന്. രാജീവ് വിൻസെൻ്റ്. ഓക്കെ. രാജീവ് വിൻസെൻ്റ് ആണ് പറയുന്നത്. എന്തായാലും കുത്തര കുന്നിക്ക് ഒന്നും അറിയില്ല. ഓ, രാജീവ് വിൻസെൻറ്റിന് പിന്നെ എല്ലാം അങ്ങ് അറിയാമല്ലോ. നിങ്ങൾ തനൂജയ്ക്ക് ഒന്നും കൊടുത്ത് മോശം വാങ്ങണ്ട. അയ്യോടാ, ഞാൻ കുറേ എന്തൊക്കെയോ കൊടുക്കാനായിട്ട് ഒരു മുറ നിറച്ചെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന നമ്മുടെ രാജീവ് കുത്തി പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൊടുക്കുന്നില്ല. ഞങ്ങൾ വാങ്ങിക്കോളാം കുത്തര. ഓ, നീ കിടന്ന് വാങ്ങിക്കടി, നീ കിടന്ന് വാങ്ങിച്ച് കൂട്ടിക്കോ. ഓക്കെ, നിനക്കൊക്കെ വേറെ ഒരു ജോലി ഇല്ലല്ലോ. കണ്ണി കണ്ടവളുമാർക്ക് വാങ്ങിക്കൂട്ടി കൊടുക്കുന്നതല്ലേ നിൻ്റെയൊക്കെ ജോലി. നീ കൊണ്ടുവന്ന് കൊടുത്തോ. നിൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നോ? നിൻ്റെ ATM കാർഡിൽ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നോ? നിൻ്റെ ഗൂഗിൾ പേയ്മെൻറ്റ് ഇടുന്നത് കൊണ്ട് ഞാൻ ആ ഫോൺ എടുത്തെറിഞ്ഞ് പൊട്ടിച്ചോ? ഇല്ലല്ലോ. അവൾ പറയുവാണ്, രാജീവ് വിൻസെൻ്റ്. എൻ്റെ പൊന്നോ, വിൻസെൻ്റ് ഇവളെ എങ്ങനെ സഹിക്കുന്നോ? എന്തായാലും കുത്തരക്കുന്നിക്ക് ഒന്നും അറിയില്ല. കുത്തരക്കുന്നിന്ന് ഇവള് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇവള് രാജിയല്ല, ഇവള് ചൊറിച്ചി വിൻസെൻ്റ് ആണ്. ചൊറിച്ചി വിൻസെൻ്റ്, കണ്ണി കണ്ടവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചൊറിയാനായിട്ട് നിൽക്കുന്ന ചൊറിച്ചി വിൻസെൻ്റ്. എന്തായാലും കുത്തരക്കുന്നിക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ തനൂജയ്ക്ക് ഒന്നും കൊടുത്ത് മോശം വാങ്ങണ്ട. അല്ലെങ്കിൽ ഞാനിപ്പോൾ തനൂജയ്ക്ക് വേണ്ടിയിട്ടേ കണ്ണായ സ്ഥലത്ത് ഒരു 10 സെൻറ്റ് തറ നോക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നീ പറഞ്ഞതുകൊണ്ടേ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ഇനി പിന്നെ അടുത്തത് മധു ആണ്. മധു V ആണ്. മധു പറയുന്നു, ഓഹോ കഷ്ടം എൻ്റെ മധുവേ, നീ പോയി 8 അണ കൊണ്ടുവന്ന് നിൻ്റെ വീട്ടിൻ്റെ ചിലവിന് കൊടുക്കുക. നീ കമൻറ്റിട്ട് ചിലവിന് കൊടുക്കാൻ നിൽക്കാതെ നീ കഷ്ടപ്പെട്ട് വേല ചെയ്ത് കൊണ്ടുവരുന്ന പൈസയ്ക്ക് വീട്ടുകാര്യങ്ങൾ നോക്ക്. നീ ഈ പെണ്ണുങ്ങളെ മൂട് താങ്ങി നടക്കാതെ, അതാ നല്ലത്. കാരണം ഈ പെണ്ണുങ്ങളാണ് സാധാരണ ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ഇളവി തൂറി വയ്ക്കാനായിട്ട് വരുന്നത്. നീ എങ്കിലും നിൻ്റെ പാട് നോക്കി പോടെ ഇറക്കുക. പിന്നെ അടുത്ത ആള് അടുത്ത ആളെന്ന് പറഞ്ഞാൽ കൂടുതലും ഇതിപ്പോൾ ഫേക്ക് ഐ ഡി ആട്ടോ. ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ എടുത്തു വെച്ച് വായിക്കുന്നതുകൊണ്ട് അധികം ആളുകളും ഫേക്ക് ഐ ഡി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മേരി ഒരു ക്രിസ്ത്യൻ പേരാണ്. എനിക്ക് എന്താണ് എന്തിനാണ് എന്തോ അവർ എഴുതിയിരിക്കുന്നത്. ഞാൻ പിന്നെ MERCYJOSC, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ. എൻ്റെ പൊന്നു ചേച്ചി, അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്നവരല്ലേ ക്യാഷ് കൊടുക്കുന്നത്. അതിന് ചേച്ചിക്ക് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ചേച്ചി ഒന്നും കൊടുക്കുന്നില്ല ഉണ്ടോ? അയ്യോടാ, ഞാനൊരു ആട്ടുകട്ടിൽ മേടിച്ച് വെച്ചിരിക്കുക കേട്ടോ അവർക്ക് കൊടുക്കാനായിട്ട്. അമ്മയ്ക്കും മോക്കും ചുമ്മാ കിടക്കുമ്പോഴേ ഇങ്ങനെ അമ്മയ്ക്കിങ്ങനെ മുള്ള അങ്ങ് വിട്ടേക്കാം. അമ്മയ്ക്കിങ്ങനെ ശ്വാസം മുട്ട്
ഇങ്ങനെ കയറി വരുമല്ലോ കൂടെ കൂടെ. അപ്പോൾ ആ ശ്വാസം മുട്ട് വരുന്ന സമയത്ത് കിടന്നാടാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ആട്ടുകട്ടിന്, ഡബിൾ ആട്ടുകട്ടിന്, ഡബിളൊന്നും ശരിയാവൂല, ത്രിബിളെങ്കിലും വേണം, കാരണം ഞാനും അവരുമൊക്കെ ഏകദേശം ഒരേ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ത്രിബിളിൻ്റെ ഒരു ആട്ടുകട്ടിലിന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും കൊടുക്കണ്ട എന്ന് നീ പറഞ്ഞാലും എനിക്കതങ്ങനെ കൊടുക്കാതിരിക്കാൻ തോന്നുന്നില്ലടോ. അതുകൊണ്ട് ഞാനൊരു ആട്ടുകെട്ടിൽ കൊടുക്കുന്നു കേട്ടോ. അവരിങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അതിൽ കിടന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താ ഇത്. പിന്നെ അടുത്ത ആൾ എന്തിനാണ് പറയുന്നത്, എന്തിനാ അത് ഒരു വീണ PS ആണ്. വീണ PS വന്നിട്ട് എന്തിനാ ഇങ്ങനെ കുറ്റം മാത്രം പറയുന്നേ? എന്ത് കുറ്റാടി വീണേ ഞാൻ പറഞ്ഞത്? നീ കേട്ടോ മോളെ ഞാൻ എന്തെങ്കിലും കുറ്റം പറയുന്നത്? നീ കേട്ടോ? ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിന്, ഭയങ്കര കൊടുപ്പലുകാരിയാട്ടോ, കൊടുക്കുന്നതിന് എന്തിനാ ഇങ്ങനെ വിങ്ങുന്നേ? അയ്യോ എനിക്ക് ഭയങ്കര വിങ്ങലാടാ, എനിക്ക് ഭയങ്കര വിങ്ങലാണ്. വിങ്ങി 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 ഞാനൊരു പരുവായി. എന്തിനാ വല്ലതും കൊടുക്കുന്നതിന് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ ഇങ്ങനെ വിങ്ങുന്നതെന്ന്? എൻ്റെ കെണ്ടാന്തരം പിടിച്ച കിടുമ്പുകളെ, നീയൊക്കെ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് തൂറി വാരുന്നത്? നിനക്കൊക്കെ നാണം ഉണ്ടോടി? നിനക്കൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? വെറുതെ കിടന്ന് കമൻറ്റ് ബോക്സിൽ പട്ടി കുരയ്ക്കുന്ന കണക്ക് കുരയ്ക്കുന്നത്. അവിടെ കിടന്ന് നീയൊക്കെ കുരയ്ക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു എല്ലും കഷ്ണം ആരെങ്കിലും നിൻ്റെ കണ്ണാക്കിൽ ഇട്ട് തരുന്നെങ്കിൽ നീ അതൊക്കെ കടിച്ച് പിടിച്ചോണ്ട് അവിടെ ഇരിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിൽ നീയൊക്കെ പറയുന്ന കണക്കൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും നിവൃത്തിയില്ലാത്ത ഇവർക്ക് യൂട്യൂബ് വരുമാനം, ഇൻസ്റ്റാഗ്രാം വരുമാനം, ഫേസ്ബുക്ക് വരുമാനം, അതുപോലെ തന്നെ ഇവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, പിന്നെ ഷോർട്സും അത് കണക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്നതിനേക്കാളും ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്ന് പറയുന്നതിനാണോടി ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ കിടന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് തല്ലിത്തൊലിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണോ നീയൊക്കെ ഈ കിടന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് തീർത്തും ന്യായമായ കാര്യമാണ്. ആ ഒരു വിഷയം ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ 8 മുക്കാ ചക്രത്തിന് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് നിരങ്ങി കമൻ്റ് ഇടാൻ നടക്കുന്നത് നിന്നെപ്പോലുള്ള കമൻറ്റോളികളാണ്. അതിൻ്റെ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. നീയൊക്കെ കമൻ്റ് ഇടൽ നിർത്തിക്കഴിഞ്ഞാൽ ഈ മറുപടി കൊടുപ്പും അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. പിന്നെ മോളി തോമസ് വന്നിട്ടുണ്ട്. ചുമന്ന സാരിയൊക്കെ ഉടുത്താണ് നമ്മുടെ മോളി തോമസിൻ്റെ പ്രൊഫൈൽ ID. ഇവൾക്ക് പ്രൊഫൈൽ കാണിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ ഈ മോളി തോമസിന്. ദേ ഇരിക്കുന്നു മോളി തോമസ് ഇരിപ്പുണ്ട്. മോളി തോമസിൻ്റെ ഫോട്ടോ വലുതാക്കിയിട്ട് ഞാൻ ഇതിനകത്ത് ഫ്ലെക്സ് വലുപ്പത്തിൽ ഞാൻ ഫോട്ടോ എടുത്തിടും എൻ്റെ ചാനലിൽ. കാരണം നല്ല ഇങ്ങനെ കമൻ്റ് ഇടാനായിട്ട് ജനിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. PR വർക്കേഴ്സിൽ ഏറ്റവും നല്ല കമൻറ്റിനുള്ള ഈ വർഷത്തെ അവാർഡ് കിട്ടേണ്ടതും ഈ മോളി തോമസിനാണ്. മനസാക്ഷി നല്ല ഗ്രേഡിൽ ഉണ്ടല്ലോ സഹോദരി, ഭയങ്കര ടീച്ചറാണ് ഇവളെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. മനസാക്ഷി നല്ല ഗ്രേഡിലുണ്ടല്ലോ സഹോദരി എന്ന്. എടി, എനിക്ക് മനസാക്ഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്നെ പോലുള്ള ഒരു കമൻറ്റോളിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ മോളി തോമസേ. അപ്പോൾ എനിക്ക് ഈ മോളി തോമസ് എന്ന് പറയുമ്പോൾ എനിക്ക് മോഹൻ ഗോമസിൻ്റെ ഉച്ചിഷ്ടം അമേദ്യവും എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ഡയലോഗാട്ടോ ഓർമ്മ വരുന്നത്. ശരിക്കും ഇതെല്ലാം കൂട്ടിക്കുഴച്ചെടുത്ത് അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കാൻ തോന്നുകയാണ് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. ഇവള് വലിയ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, ഈ മോളി തോമസ് ടീച്ചറാണെന്ന്. ശരിക്കും ഒരു ടീച്ചറിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും നിനക്കില്ലല്ലോടി. നീ എന്താ ശരിക്കും നീ ടീച്ചർ തന്നെ ആണോ? എനിക്ക് ഡൗട്ട് തോന്നുവാണ്. കാരണം ഒരു ടീച്ചറാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ കിടന്ന് കണ്ടോൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ചെന്ന് ഇങ്ങനെ കമൻ്റ് ഇട്ട് നിരങ്ങാനൊന്നും ഇരിക്കില്ല. ടീച്ചർ എന്ന് പറയുന്നത് വലിയൊരു പദവി തന്നെയാണ്. കാരണം എത്ര വലിയ മനുഷ്യരും ബഹുമാനത്തോടു കൂടി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കും ഒരു ടീച്ചറിനെ കണ്ടാൽ. അതിനെ ഒരു സുപ്രീം കോടതി ജഡ്ജാണെങ്കിൽ പോലും അദ്ദേഹത്തെ പഠിപ്പിച്ച ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ബഹുമാനം കൊടുക്കും. ഇവളെപ്പോലുള്ള ഒരു ടീച്ചർ എന്ന് പറയാൻ പോലും അപമാനമാണ് കേട്ടോ. ഇവള് ടീച്ചറൊന്നും ആയിരിക്കത്തില്ല, ഇതാരോ വെറുതെ പറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മോഹൻ ഗോമസിൻ്റെ ഉച്ചിഷ്ടവും അമേദ്യവും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂട്ടിക്കുഴച്ച് ഈ മോളി തോമസിൻ്റെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. ഇവക്ക് ഭയങ്കര കുഴപ്പമാണ്. പിന്നെ അടുത്ത ആള്
വന്നിരിക്കുകയാണ്. ആരാണ്? വത്സല കൃഷ്ണമൂത്രി. വത്സല കൃഷ്ണമൂത്രിയാണ് വന്നിരിക്കുന്നത്. വത്സല കൃഷ്ണമൂത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കട്ടെ. ഒന്ന് പോയേ ഉരുത്തിര. എൻ്റെ പേരൊക്കെ ഇപ്പം മാറ്റിയോടെ. ഒന്ന് പോയേ ഉരുത്തിര. എൻ്റെ പേര് എപ്പോഴാണ് ഉരുത്തിര ആയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ കൊടുക്കേണ്ട. അയ്യോടെ അങ്ങനെ പറയല്ലേ. ഞാൻ ഇപ്പം തന്നെ കൊടുക്കും. എനിക്ക് കൊടുത്തേ പറ്റൂ. ഞങ്ങൾ കൊടുത്തോളാം. കൊടുപ്പുകാരികളല്ലേ നീയൊക്കെ? കൊടുത്തോ കൊടുപ്പുകാരികളെ. ഞങ്ങൾ കൊടുത്തിരിക്കും. കൊടുത്തോടി. ഇവിടെ ആർക്കാ പ്രശ്നം? നിനക്ക് ഇത്രയും കടിക്കേണ്ട ആവശ്യമില്ല. അയ്യോടാ, ഈ കടിക്കുന്നവരെയൊക്കെ ചൊറിച്ചിൽ മാറ്റാൻ നടക്കുന്നവളാണ് കേട്ടോ ഈ വത്സല കൃഷ്ണമൂന്ത്രി. നിന്നോട് ആരും ചോദിച്ചില്ല, നിനക്ക് സബ് ചെയ്യില്ല. അച്ചോടാ, അങ്ങനെയൊന്നും പറയല്ലേ. നിന്റെ സബ് ഇല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ ചാനൽ ഇപ്പം തന്നെ തകർന്നടിഞ്ഞു പോവും. നിന്റെ ഒരൊറ്റ സബിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് വത്സല. പ്ലീസ് സബ് നിർത്തല്ലേടാ ചക്കരെ. നിനക്ക് സബ് ചെയ്യില്ല. എൻ്റെ പട്ടിക്ക് വേണം നിന്റെ സബ്. തനൂജയുടെ സബ് നിനക്ക് കിട്ടില്ല. അയ്യേ, ഞാൻ കുണൂജയുടെ സബ് എപ്പോഴാണ് ചോദിച്ചത് പെണ്ണുപിള്ളേ നിങ്ങളെടുത്ത്? എപ്പോഴാണ് ഞാൻ കുണൂജയുടെ സബ് ചോദിച്ചത്? കുണൂജയുടെ സബ് കുണൂജ എന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കട്ടെ. എനിക്ക് ഒരുത്തികളെയും സബിൻ്റെ ആവശ്യമില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അങ്ങനെ വത്സല കൃഷ്ണമൂർത്തിയുടെ മറുപടി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പുറത്തേക്കൊന്ന് പോവേണ്ട ആവശ്യം വന്നു. അപ്പോൾ എന്തായാലും ബാക്കിയൂടെ നമുക്ക് പറയാം. എന്താണ്? നിനക്ക് ഇത്രയും കടിക്കേണ്ട ആവശ്യമില്ല. നിന്നോട് ആരും ചോദിച്ചില്ല, നിനക്ക് സബ് ചെയ്യില്ല. അയ്യോടാ, തനൂജയുടെ സബ് നിനക്ക് കിട്ടില്ല. എനിക്ക് വേണ്ടടി. ഒരു പെണ്ണിന് ഇത്രയും കുശുമ്പുണ്ടോ? ഉണ്ടോ? നിന്റെ വീഡിയോ സ്കിപ്പ് ചെയ്താണ് കണ്ടത്. ഓ ഇപ്പൊ കുറച്ചു മുമ്പ് ഇവരല്ലേ പറഞ്ഞത് ഒരു പെണ്ണിന് ഇത്രയും കുശുമ്പ് ഉണ്ടോ എന്ന്. ഒരു പെണ്ണിന് ഇത്രയും കുശുമ്പുണ്ടോ എന്ന് ചോദിച്ച ഇവള് തന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്താണ് കണ്ടതെന്ന്. പാവം, ഒട്ടും കുശുമ്പില്ല അല്ലേ ഇവൾക്ക്. ഒപ്പം കമൻറ്റും ഒപ്പം സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിലും ഇത്രയും കമൻറ്റുകളൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. ഓക്കെ. അസൂയ. നീ നോക്കിക്കോ വീട് കൊടുക്കുന്നേ. കണ്ടോ ഉരുത്തിര. ആദ്യം നീ എൻ്റെ പേര് കറക്റ്റ് പറയാനായിട്ട് പഠിക്ക് ഉരുത്തിര മോളെ. അപ്പം വീട് കൊടുക്കും. വീട് മാത്രം ആക്കണ്ട കേട്ടോ. വലിയൊരു തടാകം പോലത്തെ ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ വേണം കേട്ടോ. ചുമ്മാതിരിക്കുന്ന സമയത്ത് നീന്തി കുളിക്കട്ടെ പാവം. അതുകൊണ്ട് ഒരു വലിയൊരു തടാകം പോലത്തെ തന്നെ നല്ലൊരു സ്വിമ്മിംഗ് പൂള് വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് കുളിച്ചുകൊണ്ട് കിടന്ന് ശ്വാസം മുട്ടുന്ന വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഗാർഡനൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. ആ കുട്ടിക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും ഗാർഡൻ ഉണ്ടെങ്കിൽ. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ 2 പേർ കൂടി യാത്ര ചെയ്യാനുള്ള നല്ലൊരു ലക്ഷറി കാറും കൂടി എടുത്തു കൊടുക്കണം കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് കാണിക്കടി പെണ്ണുങ്ങളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുക കേട്ടോ. ഇതെല്ലാം ചെയ്തു കൊടുക്കണം. അല്ല ഒരു വീടിൽ മാത്രം ഒതുക്കി തീർക്കരുത്. എനിക്ക് പറയാനുള്ളത് അതാണ്. ഒരു വീടിൽ മാത്രം ഒതുക്കി തീർക്കരുത്. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് എടുത്ത് ചെയ്ത് കാണിക്കും നീയൊക്കെ. തനുവിനെ കണ്ടന്റ് ആക്കിയാൽ സബ് കൂടും എന്ന് നീ മനസ്സിൽ വെച്ച് പൂത്തുപോകും. അയ്യോടാ, ഈ തനു എന്ന് പറഞ്ഞാൽ എന്താടോ? ഈ പറയുന്ന കേട്ടാത്തോന്നും ഈ തനു എന്ന് പറഞ്ഞാൽ എന്തരോ തേങ്ങയാണെന്ന് തോന്നും. ഈ തനു എന്ന് പറയുന്ന താനൊക്കെ എടുത്ത് തലയിൽ വച്ചുകൊണ്ട് നടക്കുന്ന ഈ PR വർക്കേഴ്സിനെ ഒരുപാട് പേരെ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആ പെണ്ണും പിള്ളയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. സലു കിച്ചൻ വളപുരം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലേക്ക് പോയി നോക്കുക. അവരൊരു പ്രത്യേക കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവർ വെക്കുന്ന ഭക്ഷണം, അവർ കഴിക്കുന്നത്, അവരുടെ വീട്ടിലെ കൊച്ചു വർത്താനങ്ങളും കാര്യങ്ങളും അത്ര മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ഒരു വൃത്തിയുള്ള ഒരു തമ്പനയിൽ പോലും അവരുടെ വീഡിയോയിൽ അവർ ഇടുന്നില്ല. എന്നിട്ടും അവർ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തിടുന്നതിനെ അമ്മച്ച് കേകൾ മറയുന്നുണ്ടെങ്കിൽ അവരുടെ ചാനലുണ്ടല്ലോ അടിപൊളി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നിൻ്റെ തണൂനൊക്കെ എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലുള്ള കുറേ എണ്ണം PR വർക്കേഴ്സ് ഉള്ള നിൻ്റെയൊക്കെ ബലത്തിലാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തനുവിനെ കണ്ടന്റാക്കിയാൽ സബ് കൂടുമെന്ന് പറയുന്ന കേട്ടാൽ തോന്നും തനു എന്ന് പറയുന്നത് എന്തോ അങ്ങ് ഭയങ്കര സംഭവമാണെന്ന് തോന്നും. എടി, നിനക്കൊക്കെ തനുവിനോട് ഇത്ര ഭയങ്കര ഇതാണെങ്കിൽ നീയൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നോ? ഇവിടെ ആരെങ്കിലും പറഞ്ഞോ അവരെ എടുത്ത് താഴെ വെക്കാൻ? പിന്നെ ഇതിനെ നിൻ്റെയൊക്കെ ഈ ഒരു അന്തം ഇതൊന്നും നമ്മുടെ തലയിലേക്ക് അടിച്ചു വെക്കാനായിട്ട് നോക്കണ്ട. അതൊക്കെ നിൻ്റെയൊക്കെ കയ്യിലങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ബൈ ഡൗൺ
നോ സബ്. അയ്യോ, എനിക്ക് കരച്ചിൽ വരുന്നു നിൻ്റെ സബ് ഇല്ലാത്തതിനെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക്. കേട്ടോ കേട്ടോ വത്സല കൃഷ്ണമൂത്രി. അപ്പോൾ വത്സല കൃഷ്ണമൂത്രി പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മൂത്രിക്ക് ക്ഷീണം അകറ്റാനായിട്ട് ഒരു ഗ്ലാസ് നല്ല എന്താണ് യൂറിനിൽ പൾസ് ബാധിച്ച പൈൽസ് അല്ല, അതായത് മൂത്രത്തിൽ പഴുപ്പുള്ള ഒരു ഗ്ലാസ് മൂത്രം അങ്ങ് ഈ വത്സല കൃഷ്ണമൂത്രിക്ക് കുടിക്കാൻ കൊടുക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായേനെ. ഇതിൻ്റെ പിന്നിൽ തെറിക്കമൻറ്റ് കൊണ്ട് നീ ഇങ്ങോട്ട് വന്നേരെ, നിനക്ക് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തന്നേക്കാം. കേട്ടോ മൂത്രി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് ഇപ്പോൾ 20 മിനിറ്റോളം ദൈർഘ്യം വന്നു പോയി. അതുകൊണ്ട് തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇനിയും വത്സല കൃഷ്ണമൂത്രി വീണ്ടും വീണ്ടും കമൻ്റ് ഇട്ടുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ആ കമൻ്റ് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്ക് തനൂജ തനൂജ തനൂജ. പിന്നെ ഒരു ഹിന്ദിയിൽ വന്ന ഒരു വ്യക്തിയും കൂടി വന്നിട്ട് ചൂസി കെ കഹാംസ എന്താണെന്തോ ഒരു ഹിന്ദിയിലൊരു കമൻ്റ് കൂടെ വന്നിരിക്കുന്നു. പിന്നീട് വന്നിരിക്കുന്നത് മധു വി ആണ്. മധു നേരത്തെ ഒരു കമൻ്റ് ഇട്ട് നമ്മൾ കണ്ടു. അവൻ നിലയ്ക്ക് നിർത്തുന്നില്ല, കഷ്ടം എന്ന് പറയുന്നു. എടാ മധുവേ, നീ പെണ്ണുകെട്ടിയവനാണെങ്കിൽ നീ ആദ്യം പോയി നിൻ്റെ പൊണ്ടാട്ടി നിൻ്റെ കൂടെ ഉണ്ടാകുന്ന നീ പോയി നോക്ക്. എന്നിട്ട് നീ അവളെ പോയി നിലയ്ക്ക് നിർത്ത്. കേട്ടോ, അല്ലാതെ PR വർക്ക് ചെയ്തുകൊണ്ട് നടന്ന് കിടന്ന് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ട് അവറ്റകൾക്ക് വേണ്ടിയിട്ട് വന്ന് കിടന്ന് മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് മാനം കളയാതെ ഒന്ന് പോടേർക്ക. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുണ്ട് കുറേ കമൻറ്റുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ മറുപടി ഞാൻ നല്ല വാക്കിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ മറുപടിക്കൊന്നും റീപ്ലൈ കൊടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി മറ്റ് കമൻറ്റ് ബോക്സിലുള്ള മറുപടികളും കൊണ്ട് വീണ്ടും വരും. കുണൂജ ഫാൻസ് ഒക്കെ റെഡി ആയിട്ടിരുന്നോ, എല്ലാ എണ്ണത്തിൻ്റെ അണ്ണാക്കിൽ തന്നെ തന്നിരിക്കും. കേട്ടോ.